മിഡിൽ ക്ലാസ്സിലുള്ള ഒരാൾക്ക് സി ആവാൻ പറ്റും. കാരണം ആവറേജ് പഠിക്കുന്ന ഒരാൾക്കും സി ആവാൻ പറ്റും. ഇവിടെ കാറ്റലിസ്റ്റ് വന്നിട്ട് ഹാപ്പിയാണ്. ഡബിൾ ഹാപ്പി. സി എ ഒരു മന്തിക്ക് വേണ്ടിയിട്ട് പറ്റി വെച്ച കൺസിസ്റ്റന്റ് ആയി ഇരുന്നാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇത് 4 ഫാക്കൽറ്റീസ് ഒന്നിനൊന്ന് മെച്ചം. സാർ ചിലപ്പോൾ വേറെ സി ആയ ഒരു കഥയൊക്കെയാവും പറയുന്നത്. അപ്പം അതൊക്കെ നമുക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ കയറി നമ്മൾ ഇന്ന് പഠിക്കും. പിന്നെ എനിക്ക് മോട്ടിവേഷൻ കിട്ടാൻ ഞാൻ എൻ്റെ വാൾപേപ്പർ എടുക്കും. ജസ്റ്റ് സി എ സ്നേഹ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും അങ്ങനെ അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന ഒരുപാടധികം ആളുകൾ ഇപ്പോൾ വിളിച്ചാൽ എപ്പോൾ നമ്മളൊരു മെസ്സേജ് ഇട്ടാലും പുള്ളി അപ്പോൾ നമുക്ക് റിപ്ലൈ ചെയ്യും. ഈ AI ഒക്കെ മാതിരി. പിന്നെ കൈയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഭയങ്കര ഒരു ആനപ്രേമിയാണ്. കൈയാണെങ്കിൽ ഒരു ആനനെ വാങ്ങി കൊടുക്കാം. അപ്പോൾ കൈയാണെങ്കിൽ ഒരു വലിയൊരു ആനേനെ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് സ്നേഹയുടെ വലിയൊരു ആഗ്രഹം. ഹായ് ഹലോ, ഒരുപാടധികം കോൺസ്പിറൻസീസ് അല്ലെങ്കിൽ ഒരുപാടധികം മിത്തൊക്കെ ഉള്ള ഒരു കഥകൾ പോലെയാണ് നമ്മളെപ്പോഴും സി എക്കാരെ കാണാറുള്ളത്. അതായത് സി എ പഠിക്കുമ്പോൾ ഭയങ്കര പാട്ടാണ്, ഭയങ്കര ടഫാണെന്നൊക്കെ പറഞ്ഞ് അതിലേക്ക് എത്തുന്നവരെ ഒരുപാടധികം റെസ്പെക്റ്റ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഞാൻ. ഓക്കെ, അങ്ങനെ നമ്മുടെ മുമ്പിൽ ഇപ്പം നിൽക്കുന്നത് സി എ പഠിക്കുന്ന സ്നേഹയാണ്. കാറ്റലിസ്റ്റിൽ സി എ പഠിക്കുകയാണ്. അപ്പം സ്നേഹ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എൻ്റെ പേര് സ്നേഹ. ഞാനിവിടെ കാറ്റലിസ്റ്റിൽ സി എ പഠിക്കുകയാണ്. കാലിക്കറ്റ് തന്നെയാണ് എൻ്റെ വീട്. ഓക്കെ, അപ്പം സ്നേഹ ഇവിടെ കാറ്റലിസ്റ്റിൽ എങ്ങനെ വന്നേ? കാറ്റലിസ്റ്റ് എൻ്റെ ഫ്രണ്ട്സാണ് റെഫർ ചെയ്തതെന്ന്. അപ്പം ഞങ്ങൾ 3 പേരുണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും ഇപ്പോൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ 3 പേരും സി എക്ക് പഠിക്കുകയാണ് ഇവിടെ. ഞങ്ങൾ 3 പേരും ഹോസ്റ്റലിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇവിടെ 3 പേര് നിങ്ങൾ 3 പേര് പഠിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് സി എക്ക് ഇവിടെ നിങ്ങൾ വന്നുവിട്ടെ? എങ്ങനെയാണ്? ഞങ്ങളിവിടെ ഇവർ കണ്ടക്ട് ചെയ്ത ഒരു എക്സാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് വെറുതെ എഴുതിയിട്ടതാ. കിട്ടുകയാണെങ്കിൽ നമുക്ക് പോകാമല്ലോ, 3 ഒപ്പരം പോവാം. ഞങ്ങൾക്കൊരു പ്ലാനും ഇല്ല. ഞങ്ങൾ 10th കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ല ഇനി. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് എക്സാം ചെയ്ത് ഞങ്ങൾക്ക് 3 പേർക്കും മാർക്കുണ്ട് ആവശ്യത്തിന്. അപ്പോൾ പിന്നെ ഇവിടെ അങ്ങനെ ഞങ്ങൾ ജോയിൻ ചെയ്ത്. ഓക്കെ, അപ്പം ഈ 10th +2 കഴിഞ്ഞിട്ട് നിൽക്കണം. ആ സമയത്ത് അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും സി എ പഠിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും ടഫാണ് അല്ലെങ്കിൽ പഠിക്കാൻ ഭയങ്കര പാടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു? ഉണ്ട്. നമ്മൾ ഈ മൊത്തത്തിലൊരു റൂമർ വെച്ചാൽ സി എ ടഫാണ് അങ്ങനെയാണ്. പക്ഷെ സി എ ടഫാണ് വെച്ചാൽ ആണോ വെച്ചാൽ ആണ്. വോളിയം കൂടുതലുണ്ട്. നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. ടൈമൊക്കെ ഒന്ന് ഇതാക്കി ഹാർഡ് വർക്ക് ചെയ്ത് ഒന്ന് എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈസിയായിട്ട് നേടാമെന്നുള്ള കാര്യം. അപ്പം നിങ്ങൾ 3 പേരോടെ വരുന്നു. അപ്പം സി എക്ക് ഇവിടെ വന്നതിന് ശേഷം പുറത്തുനിന്ന് നേരത്തെ കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് മാറിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സി എ പഠിച്ചു തുടങ്ങി. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നത്? ഈ പറഞ്ഞ തിയറിയൊക്കെ ശരിയാണോ? ഇല്ല, ടഫാണോ ചോദിച്ചാൽ കോഴ്സിൻ്റെ ആ ഒരു ഇതിനനുസരിച്ചുള്ളത് ഉണ്ട് നമുക്ക്. പക്ഷെ കിട്ടാൻ പണിയാണ്, കുറേ ടൈം എടുക്കണം വെച്ചാൽ അത് ഓരോരുത്തരെ ഇതിനനുസരിച്ച് ടൈം എടുക്കേണ്ടി വരും. നമ്മൾ കറക്റ്റ് സിസ്റ്റമാറ്റിക്കായി ഇപ്പം അന്നന്ന് എടുത്ത് പഠിച്ച് അല്ലെങ്കിൽ ഒന്ന് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയി ഇരുന്നാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്നേഹയുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉണ്ടോ? ഞാൻ ചിലപ്പോൾ എനിക്ക് ചിലപ്പം ഞങ്ങളെ ഫാക്കൽറ്റി ഉണ്ട് മാത്സിലെ QA പുള്ളി യസിൻ സാർ എന്നാണ് പേര്. സാറ് എന്ന് ഇടയ്ക്ക് മോട്ടിവേഷനൊക്കെ തരും. അപ്പം അങ്ങനെ നമുക്ക് സാറ് ചിലപ്പോൾ വേറെ സി ആയ ഒരു കഥയൊക്കെ ആവും പറയാം. അപ്പം അതൊക്കെ നമുക്ക് ചിലപ്പോൾ മോട്ടിവേഷൻ കയറി നമ്മൾ ഇരുന്ന് പഠിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾ മെൻറ്ററുണ്ട് ഷെമീൽ സാർ, CMA ഷെമീൽ സാർ. അപ്പോൾ സാറോട് ഞാൻ ഇടയ്ക്ക് ചോദിക്കും ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഓരോ സബ് എന്തൊക്കെ ചെയ്യണം, ഇപ്പോൾ ലോ എങ്ങനെ പഠിച്ചു തുടങ്ങണം, അക്കൗണ്ട്സ് എന്ത് ചെയ്യണം. അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ സാർ ലോൻ്റെ കേസിൽ പറഞ്ഞ ഡെയിലി വായിക്കാനാ. അപ്പം രാവിലെ അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ടൈം കണ്ടെത്തുന്നുണ്ട്. ഒരു 6 ഒരു 7 നമ്മൾ എനിക്ക് എപ്പോഴാണോ അപ്പോൾ ഒരു 1 hour 2 hour ലോയിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെ ഞാൻ കഴിയുന്ന അതിൽ ചെയ്യലുണ്ട്. പിന്നെ അക്കൗണ്ട്സ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. സഫൻ സാർ ഫാക്കൽറ്റിയാണ്, അടിപൊളി സാറൊക്കെ ആണ്. സ്നേഹം ഒരുപാട് ഫാക്കൽറ്റീസിനെ പറ്റി ഒരുപാട് പറയുന്നത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഫാക്കൽറ്റീസിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയോ? ഇഷ്ടമാണ്. എല്ലാ ഫാക്കൽറ്റീസ് 4 ഫാക്കൽറ്റീസ് ഒന്നിനൊന്ന് മെച്ചം. ഇപ്പോൾ സഫാൻ സാർ ആണെങ്കിൽ അക്കൗണ്ട്സ് അടിപൊളിയായി പറഞ്ഞുതരും. പിന്നെ ലെസിൻ സാർ ആണെങ്കിൽ QA സെറ്റാണ്. ഞാനൊരു നോൺ മാത്സ് സ്റ്റുഡൻറ്റാണ്. അപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ കഴിഞ്ഞു, കൊമേഴ്സ് കമ്പ്യൂട്ടറാണ്. അപ്പോൾ എനിക്ക് സാറ് മാത്സ് എടുക്കുന്നത് സാർ പറയണൊക്കെ മനസ്സിലാവുന്നുണ്ട്. സാർ സിമ്പിൾ കാൽക്കുലേറ്ററൊക്കെ ട്രിക്കൊക്കെ പറഞ്ഞെന്ന് അങ്ങനെയാണ്. അപ്പം ഇതിനു മുമ്പ് മാത്സ് മാത്സ് ഇഷ്ടമില്ലേ? ഇനിയോ 10th ഞങ്ങൾ നിർത്തി വെച്ചതാണ് ഞാൻ മാത്സ്. പിന്നെ അത് തുടങ്ങുമ്പോൾ എനിക്ക് തന്നെ ടഫ് ആവുമെന്നൊക്കെ ഒരു പേടിയുണ്ട് ഇനി. പക്ഷെ എന്നാലും ചില ചാപ്റ്റർ ആ ഒരു ടഫ്നെസ് ഉണ്ടെങ്കിലും നമുക്ക് സാറ് പറഞ്ഞൊക്കെ കേട്ടിട്ട് അത് കിട്ടും. അപ്പം എന്തായാലും ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പഠിച്ച് ഒരുപാട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കണക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകാനായിട്ടൊക്കെ ഉള്ളൊരു സ്ട്രെങ്ത് എങ്ങനെ ആയിരിക്കും?
ഉണ്ട്. ഞാൻ വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടിയാൽ പിന്നെ ആ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഡൗൺ ആയോ, ഇത് കിട്ടിയില്ലല്ലോ, ഇത് എന്താക്കും, അങ്ങനെ ആലോചിക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് ഇത് ഇട്ടെറിഞ്ഞ് പോകാൻ തോന്നും, കാരണം ബാലൻസ് ഷീറ്റ് ടാലി ആയില്ലെങ്കിൽ അക്കൗണ്ട്സ് ഒക്കെ. പിന്നെ നമ്മൾ മോട്ടിവേഷൻ കിട്ടിയില്ലെങ്കിൽ പ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരിക്കും. ഉണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പോൾ അതെങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? നമ്മൾ സെൽഫ് മോട്ടിവേഷൻ ചെയ്യണം, നമുക്ക് കഴിയും. പിന്നെ നമുക്ക് എവിടെയാണ് തെറ്റ് എന്നുള്ളത് നമ്മൾ മെൻറ്റേഴ്സിനോട് ചോദിച്ചിട്ട് റെഡിയാക്കി എടുക്കണം. അങ്ങനെ എടുക്കലുണ്ട്. പിന്നെ എനിക്ക് മോട്ടിവേഷൻ കിട്ടാൻ ഞാൻ എൻ്റെ വാൾപേപ്പർ എടുക്കും, ജസ്റ്റ് CA സ്നേഹ എന്നൊക്കെ പറഞ്ഞ്. CA ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, CA സ്നേഹ. അങ്ങനെ ഇടയ്ക്ക് നമുക്ക് തുറന്നു നോക്കുമ്പോൾ ഒരു ബോധം ഉണ്ടാവുമല്ലോ, പഠിക്കണം. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ എങ്ങനെ ഇതൊക്കെ ചെയ്യുമ്പോഴത്തെ സമയത്ത് ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? ഫാമിലി അമ്മ നല്ലോണം സപ്പോർട്ട് ചെയ്യലുണ്ട്. കഴിയണ അതിൽ പഠിക്കി. കാരണം ഞാൻ ചിലപ്പോൾ വിളിച്ചിട്ട് പറയും എക്സാം കുറച്ച് ടഫ് ചെയ്യണി എന്നൊക്കെ പറയും, ഈ ക്ലാസ് ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പം അമ്മ പറയും കുഴപ്പമില്ല, മെയിൻ എക്സാം വരുമ്പോഴേക്ക് ശരിയാക്കുമെന്ന് പറയാം അമ്മ. എല്ലാവരും എന്നോട് പഠിക്കണം, നീ പഠിക്കുന്നുണ്ടെന്ന് അറിയാം, എന്നാലും ഒന്നുകൂടി ശ്രമിക്കണം എന്ന് പറയും. അപ്പം അച്ഛനൊക്കെ എങ്ങനെയാണ്? എൻ്റെ അച്ഛനും സപ്പോർട്ടീവാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് വലിയൊരു തരത്തിൽ മുമ്പോട്ട് പോകാനായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കും പോകുന്ന ഓരോ കാര്യത്തിലും ചെല്ലുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ പോവാണ്. അപ്പം ആ മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നാളെ CA ആകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ CA നമ്മുടെ ഫുൾഫിൽ ചെയ്യാണ്. ആ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ കുറച്ച് നാൾ കൊണ്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്ലാനൊക്കെ ഉണ്ടോ? ആദ്യം നമുക്ക് ഫസ്റ്റ് സാലറി കിട്ടുമ്പോൾ എന്തായാലും നമ്മൾ ഞാൻ ഇപ്പോൾ CA ആവാൻ കാരണം ഫാമിലി തന്നെയാവും. അവർ ഞാൻ CAക്ക് പോവാണെന്ന് പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചവരാണല്ലോ. അപ്പോൾ അവർക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കും. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പപ്പീനെ ഭയങ്കര ഇഷ്ടമായി, ഈ മുടിയുള്ള ടൈപ്പൊക്കെ കാണാൻ ക്യൂട്ടുള്ള, അപ്പോൾ അങ്ങനത്തെ വാങ്ങി കൊടുക്കണമെന്നുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ ആൻറ്റിക്സ് ആയ സംഗതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ പഴയ കത്തികൾ, ഈ മണ്ണെണ്ണ വിളക്കൊക്കെ ഉണ്ടല്ലോ പണ്ടത്തെ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പണ്ട് ടൈപ്പ് ബുള്ളറ്റ്. പിന്നെ കൈയാണെങ്കിൽ എൻ്റെ അച്ഛൻ ഭയങ്കര ഒരു ആനപ്രേമിയാണ്, കൈയാണെങ്കിൽ ഒരു ആനനെ വാങ്ങി കൊടുക്കാം. അപ്പം കഴിയുകയാണെങ്കിൽ ഒരു വലിയൊരു ആനേനെ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് സ്നേഹയുടെ വലിയൊരു ആഗ്രഹം. അപ്പം ആ കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പം ഈ ഒരു അതിനു വേണ്ടിയിട്ടുള്ള എഫർട്ടൊക്കെ ഇടുന്നുണ്ടോ? ഇടുന്നുണ്ട്. ഏകദേശം ദിവസം എത്രത്തോളം പഠിക്കുന്നുണ്ടോ? ഞങ്ങൾ ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇവരിവിടെ ഞങ്ങൾക്ക് ഇപ്പോൾ 4 മണിക്കൊക്കെ ക്ലാസ് കഴിയുകയാണെങ്കിൽ ഇവിടെ തന്നെ 7 മണി വരെ നമുക്ക് അന്ന് പഠിച്ച കാര്യങ്ങൾ പഠിക്കാൻ ഒരു ടൈം വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം അന്ന് എടുത്തത് ഇവിടെ നിന്ന് നോക്കും. പിന്നെ ഹോസ്റ്റലിൽ ചെന്നിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റിന് കുറച്ചുകൂടി ഇത് കൊടുക്കും. നേരത്തെ പറഞ്ഞ ഫ്രണ്ട്സ് ഇവിടെ തന്നെയല്ലേ പഠിക്കുന്നത്? നേരത്തെ പറഞ്ഞ ഒരു 2 ആളും ഇവിടെയാ. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണോ നിൽക്കുന്നതൊക്കെ? ഞങ്ങൾ ഒരുമിച്ചാണ്. അവിടെ പോയി കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും പഠിക്കുന്നതൊക്കെ? അവിടെ പോയിട്ട് നമ്മൾ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ഒരു സബ്ജക്റ്റ് ആവും പഠിക്കുക, എന്നിട്ട് നമുക്ക് കിട്ടാത്തപ്പോൾ നമ്മൾ ഡൗട്ട് ചോദിക്കും അവരോടൊക്കെ. അപ്പോൾ ഓരോ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒന്നുകൂടി മനസ്സിലാവും. പിന്നെ ഓർക്കും കിട്ടിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ സാറുമാരോട് ചോദിക്കും. ഓക്കെ, നിങ്ങൾ 3 പേരും തന്നെ ഒരു കമ്പാനിയൻഷിപ്പിലാണ് അവിടെ പഠിക്കുന്നതൊക്കെ. അപ്പോൾ ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇടയ്ക്ക് പഠിക്കുന്നതിൽ ഞാൻ ഫസ്റ്റ് ആവണം അങ്ങനൊരു തോട്ടൊന്നും വന്നിട്ടില്ല? നമുക്ക് ഈ ക്ലാസ്സിൽ ഇതിടും, ക്ലാസ്സിൽ എല്ലാവരും മാർക്ക് ഇടും. അപ്പം അങ്ങനെ ഈ നമുക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലി തോന്നും നമുക്ക് ഫസ്റ്റ് ആവണം, അല്ലെങ്കിൽ ലാസ്റ്റ് 5 പേരിൽ ഒരാളാവണം. അപ്പം ഞങ്ങൾക്ക് 3 ആൾക്കും 5-ൽ ഒരാളാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനകത്ത് വിട്ടു പോകാതെ 3 പേര് അതിനകത്ത് വേണമെന്നുണ്ട്. അപ്പം നിങ്ങൾ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനിടയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ ഒരാൾ താന്നു പോകുമ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഇപ്പം ഇത്ര നാളത്തെ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ 3 പേരും ഒരുമിച്ച് ഇവിടെ വരുന്നു. അപ്പം ഇവിടുന്ന് പോകുന്നതിന് മുമ്പാണെങ്കിൽ ഒരുമിച്ച് 3 പേർക്കും CA കിട്ടിയിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ അതങ്ങനെ തന്നെ നടക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ എഫേർട്ട് ഇടണം കേട്ടോ, ഒരുപാട് എഫേർട്ട് ഇടണം. ഓക്കെ, അപ്പം ഫാമിലിയിലൊക്കെ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴൊക്കെ എത്രമാത്രം ഹെൽപ്ഫുള്ളാണ്? ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പം ക്യാഷിൻ്റെ ആവശ്യത്തിനുണ്ട്, ഇല്ല എന്നുള്ളൊരവസ്ഥ. പഠിക്കാൻ വേണ്ടി എത്ര എമൗണ്ട് ആണെങ്കിലും സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇന്ത്യയിലാണ് ഫുള്ള് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഞാൻ പഠിച്ച് CA ആയിട്ട് വേണം ഓർക്കൊരു ഭാഗത്ത് വിശ്രമിക്കാൻ എന്ന് പറഞ്ഞ രീതിക്ക്. ഓക്കെ, അപ്പം സിബ്ലിങ്സ് ഒക്കെയോ? എനിക്കൊരു അനിയത്തിയുള്ളത്. അനിയത്തിയുണ്ട്. അപ്പം അനിയത്തിക്ക് കുറച്ചുനാൾ കഴിയുമ്പോഴേക്കും CA ഒക്കെ നേടിക്കഴിഞ്ഞ് പഠിപ്പിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ട്. ഉറപ്പില്ലാത്ത പോലെ അല്ല, അങ്ങനെ പറയല്ല. ഓക്ക് ഈ വലിയ കോഴ്സ് പഠിക്കുന്നതിന് വലിയ താല്പര്യമില്ല. ഓക്ക് എന്തെങ്കിലും ഒരു ഇത് പഠിച്ചിട്ട് ആവറേജ് ഇൻകം മതി, അല്ലാതെ വലിയ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഒരു പേഴ്സണാണ്. അപ്പം സ്നേഹം എങ്ങനെയാണോ? എനിക്ക് റിസ്ക് എടുക്കണം എന്നുള്ളതുകൊണ്ടാണല്ലോ ഞാൻ ആനെ വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞു.
ഓക്കെ. അപ്പോൾ എന്തായാലും സി എക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ പഠിക്കാൻ മാത്രമല്ലാതെ ഇവിടുത്തെ ഒരു ലൈഫ്, ഇവിടുത്തെ സി എ പഠിക്കുമ്പോൾ ഉള്ളൊരു ലൈഫ് സ്റ്റൈല് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ വന്നത് എനിക്ക് തോന്നുന്നു ആഗസ്റ്റിലെത്തിയാണ്. പിന്നെ അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പിന്നെ ഓണം സെലിബ്രേഷൻ ഉണ്ടായിന്. അത് അടിപൊളി ഗ്രാൻഡായിട്ട് തന്നെ ഇവർ നടത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പ്രോഗ്രാംസ് ഇവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലാസ്റ്റായിട്ട് നടന്ന മെൻ്റലിസ്റ്റ് അനന്തു ഓരോ പ്രോഗ്രാം നമ്മളോട് എന്താ പറയുക, ഫണ്ടൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല. ഇവരെന്നെ എങ്ങനെയൊക്കെയോ ഫണ്ട് കണ്ടെത്തി. പക്ഷെ അടിപൊളി പരിപാടിയായി. നമ്മളെ ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ഇവിടെയായി. ഇങ്ങനെയൊക്കെ ഇത്രയും ഇത് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ഇവിടെ കാറ്റലിസ്റ്റ് വന്നതിൽ ഹാപ്പിയാണോ? ഡബിൾ ഹാപ്പി. അപ്പം ഈ പറഞ്ഞ കൂട്ടുകാരൊക്കെ എങ്ങനെയാണ് ഇവിടെ വന്നു? ഫ്രണ്ട്സിനൊക്കെ കിട്ടി കാണല്ലേ? ഫ്രണ്ട്സൊക്കെ ഒരു ജാടല്ല, അങ്ങനെയല്ല, എല്ലാവരും ആദ്യം വിചാരിച്ച് ജാട ഉണ്ടെന്ന് പറയാം. ജാടല്ല, എല്ലാവരും. ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ എല്ലാവരും പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും ഓരും ക്ലിയർ ചെയ്ത് തരും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 7 മണിക്ക് ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ എന്താ എല്ലാവരും കൂടെ ഒരു ടീമായിട്ടാണ് അധികം പഠിക്കുക. അപ്പം അങ്ങനെ ഓരോ എന്ത് ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്യും. അപ്പം ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരു സിനിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഈ ഒരു സി എ ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അതിന് കാണിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ നമ്മൾ ദുൽഖർ സൽമാൻ്റെ വിക്രമാദിത്യ എന്നുള്ള മൂവിയില്ലേ, അപ്പം അതിൽ ഒരു കാര്യം. കാരണം മിഡിൽ ക്ലാസ്സിലുള്ള ഒരാൾക്ക് സി ആവാൻ പറ്റും. കാരണം ആവറേജ് പഠിക്കുന്ന ഒരാൾക്കും സി ആവാൻ പറ്റും. നമ്മൾ എഫേർട്ട് ഇട്ടാൽ മതി. ഓക്കെ. അപ്പം ഈ പറയുന്ന സമയത്ത്, ഈ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും ഡീമോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആരോടെങ്കിലും ബെറ്റ് വെക്കുമോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡീമോട്ടിവേറ്റ് ഞാൻ ജസ്റ്റ് വെറുതെ എൻ്റെ മേമ പറഞ്ഞിനി എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാസ്സാവുകയാണെങ്കിൽ മന്തി വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ ബെറ്റ് വെക്കുന്നത്? പൈസയോ അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചു തരാമെന്നല്ല, അല്ലാതെ ഫുഡാണ്. ഫുഡ് ഭയങ്കര ഇഷ്ടമാണോ? ഫുഡ് ഭയങ്കര ഇഷ്ടം. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, മന്തി ഇഷ്ടമാണ്. അപ്പം ഒരു മന്തിക്കാണ് സി എ ഒരു മന്തിക്ക് വേണ്ടിയിട്ട് ബെറ്റ് വെച്ച ആദ്യത്തെ ആളാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും അതൊരു സ്നേഹത്തിൻ്റെ പുറത്തുള്ള ബെറ്റാണ്. അപ്പം ഇപ്പം പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മേമ എന്താ പറയുന്നത്? മേമ ഇപ്പം എന്ത് പറയുന്നുണ്ട്? ഇപ്പം ഇത്രയൊക്കെ ആയില്ലേ? മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കഴിയും തന്നെ പറയാ. അതെ, ഇത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു മന്തി ഉണ്ടെന്ന് അതാണ് പറയാറുള്ളത്. ഓക്കെ. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ഇവിടുന്ന് സി എനി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? പാസ്സാവും. അപ്പം അത്രയും കോൺഫിഡൻറ്റ് വരാനുള്ളൊരു കാര്യം? കോൺഫിഡൻസ് വെച്ചാൽ ഫാക്കൽറ്റീസ് എടുക്കണൊക്കെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഓരോടെ തുറന്നു ചോദിക്കാം. എന്തുണ്ടെങ്കിലും ക്ലാസ്സിൽ നിന്ന് തന്നെ ആണെങ്കിലും ചോദിച്ചാൽ അവർ ഡൗട്ട് ക്ലിയർ ചെയ്യും. പിന്നെ മെൻറ്റർ ഉണ്ട് ഷെമീൽ സാറുടെ എപ്പോൾ വിളിച്ചാലും എപ്പോൾ നമ്മളൊരു മെസ്സേജ് ഇട്ടാലും പുള്ളി അപ്പോൾ നമുക്ക് റിപ്ലൈ തരും. ഈ AI ഒക്കെ മാതിരി പെട്ടെന്ന് റിപ്ലൈ തരും. അപ്പം നമുക്ക് പഠിക്കുമ്പോൾ പെട്ടെന്ന് റിപ്ലൈ വരുമ്പോൾ ഒരു അപ്പോൾ അത് തീർന്നു പോകും. ടൈമിൻ്റെ ഒരു ഇഷ്യൂ വരും. ഒരു ക്വസ്റ്റ്യൻ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT അടിക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ആൻസർ എപ്പോഴും അങ്ങനെ അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന ഒരുപാടധികം ആളുകൾ കാറ്റലിസ്റ്റിലുണ്ടല്ലോ. പിന്നെ അതേമാതിരി മുബഷിറ മാം ഉണ്ട്. മാം ആണെങ്കിലും ഞങ്ങൾ കോർഡിനേറ്ററാ. എക്സാമിൻ്റെ എന്തുണ്ട് മാം, എക്സാമാണ് മാം, ഒന്നും പഠിച്ചില്ല, പ്രഷറാണ്, അങ്ങനെ പറഞ്ഞാൽ പോലും മാം കുഴപ്പമില്ല, സാരല്ല, നോക്കി ആ ഒരു ഇതിന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ മുബഷിറ മാം സപ്പോർട്ടാണ്. ഞാൻ ഒരുപാടധികം ഫാക്കൽറ്റീസിനെ പറ്റി ഒരുപാടധികം സ്നേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള റെസ്പെക്ട് തോന്നിയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ആയിരുന്നു ലെസിൻ സാറ്. കാരണം സാറ് ഭയങ്കര എല്ലാ സി ആയ കഥകൾ പറയും. അത് ശരിക്കും മോട്ടിവേറ്റിങ്. കാരണം ഓര് ചെയ്ത മിസ്റ്റേക്ക് പറഞ്ഞു തരും. പിന്നെ നമ്മളിപ്പോൾ സപ്പോസ് ഫെയിൽ ആയാൽ പോലും ഡൗൺ ആവരുത് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് സാർ. കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മോറലായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും പറഞ്ഞു തരാറുള്ളത്. ഇങ്ങനെ ജയിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടിനെ പറ്റിയിട്ടൊക്കെ എഫേർട്ട് പറഞ്ഞു തന്നു. പിന്നെ ഇപ്രാവശ്യം തോറ്റിച്ചിട്ട് ഇതാവണ്ട, നിങ്ങൾ ട്രൈ ചെയ്യണം. നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ ഫുൾഫില്ല് ചെയ്യുന്ന വരെ ട്രൈ ചെയ്യുക. ഇപ്പം മാനിഫെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ചിലപ്പം മുമ്പോട്ട് പോകുമ്പോൾ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ലൈഫിൽ തോറ്റു പോയിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്കും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളവരാണെങ്കിൽ ഒരുപാട് പേര് നമുക്ക് എന്തായാലും ഇത് കാണുന്നവരുണ്ടാകും. അവരാരും തളർന്നു പോകരുത്. മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയ ചാൻസ് നിങ്ങൾക്ക് മുമ്പിലുണ്ട്. അപ്പം അതിനൊക്കെ ഓവർകം ചെയ്യുക, അതാണ് പറയാനുള്ളത്. ഇനിയുള്ളൊരു വലിയ ചോദ്യം എന്ന് പറയുന്നത്, പഠിക്കുന്ന സമയത്ത് CA നേടാനായിട്ട് പോകുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, കാറ്റലിസ്റ്റിൻ്റെ ആണെങ്കിലും ഒരു ടൈം നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ലക്ഷങ്ങളുടെ വിലയുള്ള ഒപ്പ് എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒപ്പൊക്കെ ഇട്ടിട്ട് പഠിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്.
ഞങ്ങൾക്ക് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒപ്പിടും. അപ്പോൾ നമ്മൾ ഒപ്പിട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് വെറുതെ നമ്മൾ ഒപ്പിടലുണ്ട് ബാക്കിലൊക്കെ ബുക്കിന്റെ ബാഗിലൊക്കെ നിറച്ച് ഒപ്പിട്ടിരിക്കുകയാണ് കുറച്ചൊക്കെ. വേറെ എവിടെയെങ്കിലും ഒപ്പിട്ട് നോക്കുക. പിന്നെ നമ്മള് CA സ്നേഹ എന്നൊക്കെ നമ്മള് സ്റ്റിക്കി നോട്ടിലൊക്കെ ഒട്ടിച്ച് കാണുന്നിടത്തൊക്കെ വെക്കും. അപ്പൊ കാണുമ്പോൾ ഒരു കൈൻഡ് ഓഫ് മോട്ടിവേഷൻ. എവിടൊക്കെ സ്റ്റിക്കി നോട്ടിൽ എവിടെ കൊണ്ട് ഒട്ടിച്ച് വെക്കും? നമ്മള് സ്റ്റഡി ടേബിൾ വെക്കും, ബുക്കിൽ എഴുതി ഒപ്പിട്ട് വെക്കും. അപ്പം ഈവൻ വാൾപേപ്പറിൽ പോലും ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ CA ഒരുപാടധികം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇപ്പം ഒപ്പിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയൽ ലൈഫിലും ആ ഒരു ഒപ്പിന് ഒരുപാട് നല്ല വാല്യൂ ഉള്ള, ലക്ഷ്യങ്ങളുടെ വിലയുള്ള ഉറപ്പായി തീരാനായിട്ട് സ്നേഹിക്ക് പറ്റട്ടെ. അപ്പം ഇനി മുമ്പോട്ട് പോകാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുപോലെ തന്നെ മുമ്പോട്ട് പോവുക, എഫേർട്ട് ഇടുക, മാക്സിമം എഫേർട്ട് ഇടുക. മാക്സിമം എഫേർട്ട് ഇട്ട് അച്ഛന് വലിയൊരു ആനയെ വാങ്ങിച്ചു കൊടുക്കാനും, ഒരു ബുള്ളറ്റ് വാങ്ങിച്ചു കൊടുക്കാനും, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പപ്പിന് വാങ്ങിച്ചു കൊടുക്കാനും, അതുപോലെ തന്നെ ലൈഫിൽ ഒരുപാടധികം പ്ലാൻസ് ഉണ്ടാവും. ഒരുപാടധികം നേടാനായിട്ട് ഒരുപാടധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് സ്നേഹ. അപ്പം അതെല്ലാം സ്നേഹയ്ക്ക് നടക്കട്ടെ. സ്നേഹയെ പോലെ തന്നെ ഇത് കാണുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളിൽ വീണു പോകാതെ മുമ്പോട്ട് ഓടാനായിട്ടുള്ളൊരു ആർജവം ഉണ്ടാകട്ടെ. താങ്ക് യു.